5 മണിക്ക് സഭ ചേരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ വ്യാപാര കരാറിൽ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വിഷയം കർഷകരുടെ താല്പര്യങ്ങൾ അത് ഹനിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷെ പ്രതിഷേധം അങ്ങനെ തുടരുന്നു. സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം പറയും. സ്മിത, ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 2ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിച്ച ഉടൻ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയം ഉയർത്തി പ്രതിഷേധിച്ചു. ലോക്സഭയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്നും നടന്നത്. തുടർന്ന് സഭ തടസ്സപ്പെട്ടു. പിന്നീട് സമ്മേളിച്ച ഘട്ടത്തിലാണ് കേന്ദ്ര വ്യാപാര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയത്. മന്ത്രിയുടെ പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും സഹായകരമാകുന്നതാണ് ഈ കരാർ എന്നും ഒപ്പം തന്നെ ഇന്ത്യയുടെ ആശങ്കകളെല്ലാം ഈ കരാറിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി പങ്കുവച്ചെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സർക്കാരോ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് US പ്രസിഡന്റ് ഈ കരാറിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തുടർന്നും പ്രതിഷേധം തുടരുകയാണ് ഉണ്ടായത്. അതിനിടെ ലോക്സഭ പിന്നീട് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലേക്ക് കടക്കുകയും അതിൽ ആദ്യം സംസാരിക്കാൻ എഴുന്നേറ്റ BJP അംഗം നിഷികാന്ത് ദുബെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇന്ത്യ-ചൈന ബന്ധം സംബന്ധിച്ചുള്ള ജനറൽ MM നർവാനയുടെ പുസ്തകം ഉയർത്തിക്കാണിച്ചതിന് അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ വരികൾ കോട്ട് ചെയ്തതിന് പ്രതികാരമായിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെയെല്ലാം എഴുതപ്പെട്ട അവർക്കെതിരായ പരാമർശങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. ഇതിനെതിരെ ചെയർ രംഗത്ത് വന്നു. TDP അംഗം കൃഷ്ണപ്രസാദ് തേനട്ടെയാണ് ചെയറിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ റൂളിംഗ് നൽകിയതാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നിഷികാന്ത് ദുബെ അദ്ദേഹത്തിന്റെ സംസാരം തുടരുകയും അദ്ദേഹം ഈ പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ലോക്സഭ TVയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുകയും വീണ്ടും ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിയുകയും ഒപ്പം തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്നാണ് ലോക്സഭ 5 മണി വരെ നിർത്തിവെച്ചത്. 5 മണിക്ക് സമ്മേളിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഈ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രാജ്യസഭയിലും ഈ കാര്യത്തിൽ മന്ത്രി പ്രസ്താവന നടത്തി. തുടർന്ന് ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും ചട്ടം 251 അനുസരിച്ചുള്ള പ്രസ്താവനയിൽ ചോദ്യങ്ങൾ അനുവദിക്കാനാകില്ല എന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ നിലപാടെടുത്തത്. തുടർന്ന് രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ട് BJPയുടെ സഭാ നേതാവ് JP നദ്ദ വ്യക്തത വരുത്തി. ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ സംസാരിക്കുകയാണ്. BJPക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ തന്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. BJP അല്ലെങ്കിൽ NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിനെത്തിയ ശേഷം രാജ്യത്തെ സാമൂഹ്യ നീതി തകർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്ന പ്രധാനമന്ത്രി എന്നാൽ അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നില്ല. BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരുന്നില്ല. സരോജിനി നായിഡുവിനെ അധ്യക്ഷയാക്കിയ പാരമ്പര്യം കോൺഗ്രസിനുണ്ട് എന്നും RSSന്റെ നേതൃത്വത്തിൽ 100 വർഷത്തിനിടെ ഒരു വനിത പോലും വന്നിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. UPA സർക്കാർ തുടങ്ങി വെച്ച ഓരോ പദ്ധതികളും പൂർത്തിയാക്കുക മാത്രമാണ് BJP ഗവൺമെന്റ് NDA ഗവൺമെന്റ് ചെയ്തതെന്നും ഖാർഗെ അവിടെ പറയുകയുണ്ടായി. ഏതായാലും പ്രധാനമന്ത്രിക്ക് എന്താണ് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിൽ പറയാനുള്ളത്? അദ്ദേഹം എന്ത് വിശദീകരണമാണ് നൽകുകയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ്. 5 മണിക്കാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.